I really want to give you some early, career-ൽ ഉണ്ടായ കാര്യങ്ങളും കുറച്ച് ജേർണീസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറയാം. The second thing which I really want to touch upon is the industry readiness. Very, very important. അല്ലേ? നിങ്ങളിപ്പം സാർ പറഞ്ഞ പോലെ this is a great launch pad for all of you to just boom, right? So അവിടെ നിങ്ങൾക്ക് അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഇവരെല്ലാവരും ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറെ ജീവിതത്തിൽ എല്ലാം റൈറ്റ് ഡിസിഷൻസ് ആണോ എന്നൊന്നും ഇല്ല, അതെല്ലാം ഓരോരുത്തരുടെ ജേർണിയാണ്. പക്ഷെ മൊമെന്റ് യു ഓൺ ഇറ്റ് ഭയങ്കര ഡിഫറൻസ് ആണ്, ഓണർഷിപ്പിന് ഭയങ്കര ഡിഫറൻസ് ആണ്. അങ്ങനെ ഒരു ഓൺ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പല മേഖലകളിലും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ഐ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് മൈ little bit of my journey. So ഞാൻ എൻ്റെ രണ്ട് പേരൻസും ടീച്ചേഴ്സ് ആയിരുന്നു. മൈ മോം വാസ് കെമിസ്ട്രി ടീച്ചർ, ഫാദർ വാസ് മാത്തമാറ്റിക്സ്. ആൻഡ് ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, ടു ജസ്റ്റ് സ്റ്റാർട്ട് അപ്പ് വിത്ത്. So I did my chemistry graduation. I was a chemistry topper and then I really loved chemistry a lot. എന്നിട്ട് എനിക്ക് PhD എടുത്ത് പോകണം എന്നൊക്കെയായിരുന്നു. I even joined MSc Chemistry in NG University. അപ്പം എൻ്റെ uncle, he was a registrar in NG University and he was telling, why don't you try MCA? It was just in the boom actually that time. So അപ്പോഴെനിക്ക് മനസ്സിലായി that I'm very flexible. Even if chemistry is my dream and I really wanted to pursue, every subject is having its own weightage. നമ്മളത് ട്രൈ ചെയ്താലേ അറിയത്തുള്ളൂ ഓരോ സബ്ജക്ട്സിൻ്റെയും ബ്യൂട്ടി. As he was telling that he tried commerce and the other subjects. എൻ്റെ മൂത്ത മകൻ, he is actually doing his BBA honors, second year in CBIS, Delhi. He definitely didn't want to touch science or mathematics. He really wanted to pick those subjects, right? So എൻ്റെ പേരൻസ് എന്നെ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ അനുവദിച്ചു. So I just then went to pick MCA, School of Technology and Applied Sciences, പത്തനംതിട്ട പഠിച്ചു. ലാസ്റ്റ് സെമസ്റ്ററിൽ തന്നെ എനിക്ക് Technopark first company, Case Consult India. It was a German company. I got placement there. I was so happy actually. ഞാൻ പറയാം, ആ ഒരു ഡയറക്ടർ ബോർഡിൽ the managing director of the company, I was surprised with that question. He was looking at my, first of all, I never thought that I would get placement in that company. It was like one of the best companies. And just like that, I just went and wrote the exam. ഞാൻ കുറേ വായിക്കുമായിരുന്നു അന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ് ഒക്കെ നമ്മൾ കഫേയിൽ പോയി ബ്രൗസ് ചെയ്ത് ഐ ഗോട്ട് മൈ ഫസ്റ്റ് കമ്പ്യൂട്ടർ when I was doing my MCA final project maybe at home. So പക്ഷേ ശരിക്കും മാഗസിൻസ് വായിക്കുമായിരുന്നു കുറേ. അങ്ങനെ ശരിക്കും ക്വസ്റ്റ്യൻസ്, അന്നത്തെ കേസ് കൺസൾട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ about IBM mainframes and it was a mainframe company actually speaking. So അന്ന് IBM എൻ്റെ DNA-ലോട്ട് കയറി വന്നു. Okay, the first exam, that experience onwards. In early career I don't think that I am elaborate more പഠിപ്പിക്കത്തില്ല. So but you can also just interrupt me if I go close because it's a big journey. So ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇന്റർവ്യൂവിൽ മാനേജിംഗ് ഡയറക്ടർ ഫൈനൽ റൗണ്ട് ചോദിച്ചു ഇത് എടുത്തിട്ട്, so wherever you have gone and you have done, we have seen that you have done your best. എല്ലാത്തിലും നല്ല പെർസെൻറ്റേജും നല്ല രീതിയിലും കെമിസ്ട്രിയിലും ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സയൻസിലും ഉണ്ട്. ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി, റൈറ്റ്? അപ്പൊ തപ്പിയാണ് ഇംഗ്ലീഷ് പറയാൻ നോക്കുന്നത്. ഓക്കെ, ഐ വാസ് ലൈക്ക് ഐ ഡിഡ് മൈ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെയാണ് പഠിച്ചത്. പക്ഷെ നമുക്കെല്ലാം അറിയാം, റൈറ്റ്? എവറി ഡേ കൺവേഴ്സിംഗ് ഇല്ല, ലാംഗ്വേജിന് പ്രശ്നമുണ്ട്, റൈറ്റ്? സോ ബട്ട് ഐ ടോൾഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് അബൌട്ട് മൈ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ആണ് അന്നും ഇന്നും എന്നെ ഞാൻ ആക്കിയതും എൻ്റെ ജേർണി വളരെ ടഫ് ജേർണി. and it's not at all easy to navigate through one organization. It is little easy in the industry to jump between companies and actually got into various roles, right? I joined IBM as a developer and a development director now actually in that whole in the global organization. And my responsibility is not just India, I have reportees across the world and I'm leading the data and AI business unit in IBM. So these are global roles. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ എത്രയോ മടങ്ങ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദി കൈൻഡ് ഓഫ് എക്സ്പോഷർ വി വർ ഗെറ്റിംഗ് ദാറ്റ് ടൈം വാസ് ലൈക്ക് വെരി മിനിമൽ. ഞാൻ ആകെ ഒരു ഇൻഡസ്ട്രി പേഴ്സണെ മാത്രമേ ലീഡറിനെയാണ് അക്കാഡമിയായി കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയെന്നുള്ളത് ദാറ്റ് വാസ് എ സർപ്രൈസ്. ഹി വാസ് ദേർ ഇൻ മൈ ഡയറക്ടർ ബോർഡ് ഫൈനൽ ഇന്റർവ്യൂ. സർപ്രൈസ്. ഓക്കെ, സോ
ഇനീഷ്യൽ ഒരു ഫ്യൂ കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. ബിക്കോസ് ടു ടെൽ യു ദാറ്റ് whichever subject you learn doesn't matter much actually. You have taken chemical engineering, mechanical engineering, civil engineering, MCA, MSc, doesn't matter. All that matters is your willingness to adapt, being flexible, continuous learning. ഒരു നല്ല എഞ്ചിനീയർ എന്നും ഒരു നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കും, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങളുടെ പഠിത്തം തീർന്നില്ല. ആക്ച്വലി ദിസ് ഇസ് എ റിയൽ that journey of your personal and professional story നിങ്ങൾക്ക് തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പേടിപ്പിക്കുന്ന പറയേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ആക്ച്വലി യു ഹാവ് ടു എൻജോയ്. ഞാൻ എൻ്റെ കരിയറിലെ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവരും പറയും ഇൻഡസ്ട്രിയിൽ ലോട്ട് ഓഫ് പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, റൈറ്റ്? സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ട്രെസ് ഉണ്ട്. പക്ഷേ ഹൗ യു ആർ ഡീലിംഗ് വിത്ത് ദാറ്റ്, അത് നമ്മളെ കൊണ്ടൊക്കെ നന്നായിട്ട് കഴിയും. ബിക്കോസ് വി കെയിം ഫ്രം ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്. നമുക്കറിയാം നമ്മുടെ പരിമിതികളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തും നമ്മുടെ വിഷൻ, നമ്മുടെ സ്ട്രാറ്റജിക് അപ്രോച്ച് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മേലോട്ട് കയറി വന്നവരായതുകൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഏബിൾ ടു മാനുവർ ദാറ്റ്. ഓക്കെ, അപ്പം ഞാൻ ടെക്നോ പാർക്കിൽ 2 years. Then in that time itself ഇൻഡസ്ട്രിയിൽ നല്ല സാലറി കൊടുക്കുന്ന ഒക്കെ സമയമായിരുന്നു. സോ ബട്ട് മൈ ഹസ്ബൻഡ് he was working in Bangalore, so I decided to quit that company. Appo relatives ella chochu, why do you want to quit the company? But again ende self confidence avade ene help chedu. Bangalore poyal enikku nalloru jolly kittum ennu enikku nannayirunnu, ende oru offer illarunnu. So I resigned and followed my husband to Bangalore, and in January 2004 I landed in Bangalore, and in March I got into IBM. So IBM interview, maybe 7-8 interviews I attended, maybe like 2-3 I didn't get through. IBM എനിക്ക് കിട്ടി, ഞാൻ join ചെയ്തു. Again, I really wanted to tell you one thing. IBM hiring manager was little hesitant to take me because first and only one reason, because ഞാൻ കയറിയത് ഒരു ഞങ്ങൾക്ക് റെഫറൽ സിസ്റ്റം ഉണ്ട്, റൈറ്റ്? You can refer another candidate to the industry. So I got to know that എന്നെ റെഫർ ചെയ്ത ആളുടെ അടുത്ത് ആ ഹയറിംഗ് മാനേജർ ചോദിച്ചു, ഷീ ഈസ് നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് ഹർ, ഷീ ഹാസ് ദ കണ്ടന്റ്, ഷീ ഈസ് ടു ഗുഡ് ടെക്നിക്കലി, ബട്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു ജോയിൻ ദ ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ, ഫലവത്തായിട്ട് സംസാരിക്കാൻ പറ്റണില്ല എന്നാണ് പറഞ്ഞു വന്നത്, റൈറ്റ്? Then he was able to say that, see, the company she worked before, even the managing director used to speak in native language, and that is the reason. See the braveness of that hiring manager, he took me, and അതെൻ്റെ ഒരു കരിയറിലെ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നു. Again, when I joined IBM, I really wanted to talk more about some of my failures എന്ന് മൊത്തം പറഞ്ഞാൽ, because ആ failures ആണ് definitely എന്നെ ഞാൻ ആക്കിയത്. So initial 6 months, my India management wanted me to be a team lead. അപ്പോഴും my German counterparts were saying, we never heard Madhuri in meetings, but she's not assertive. So my manager gave me that feedback. I put conscious effort. In 2 months, they came back saying that we need her. Adende IBM career oru veliya breakthrough aayirunnu. I got into the team lead as a very junior employee in the first year itself. Angane ആ ജേർണി ഇതുവരെ എത്തി നിൽക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് ലേണിംഗ് ഉണ്ട്. ലാസ്റ്റ് 21 years maybe I handled more than 10 technology domains. I started with mainframes, Linux sound systems, we call it, then power systems, cloud security, then AI, and the technology wise ഒരുപാട് ടെക്നോളജി ഹാൻഡിൽ ചെയ്തു. I have handled some 15 job roles differently. അപ്പം നിങ്ങൾ ഇനി അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു വേൾഡ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾ ഒരു ലോ പ്രൊഫൈൽ ഗെയിം അവിടെ കളിക്കണോ ഓർ ഹൈ പ്രൊഫൈൽ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് തീർച്ചയായിട്ടും. ഇറ്റ് ഈസ് യുവർ ലൈഫ്, ഇറ്റ് ഈസ് യുവർ കരിയർ. അവിടെ ഓരോ തലത്തിലും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ്. അത് പിന്നെ ഞാൻ പറയാം, ഐ വാസ് എ പ്രസിഡന്റ് ഗൈഡ്, ഐ ഗോട്ട് രാഷ്ട്രപതി അവാർഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ്, റൈറ്റ്? സോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. വോളണ്ടിയറിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ചാലഞ്ചസിലൊക്കെ അതെല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് വരും. സോ early part
ഓഫ് മൈ കരിയർ ആൻഡ് ജേർണി ഇതൊക്കെയായിരുന്നു, ഇതിന്റെ മിക്സ് ഓഫ് തിങ്സ് ആയിരുന്നു. അതിലെല്ലാം തന്നെയും എപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഹൈ പെർഫോമിംഗ് ആയിരിക്കണം. വെദർ യു ആർ ജൂനിയർ ഓർ സീനിയർ, യു ഹാവ് ടു കണ്ടിന്യൂസ്ലി ബീയിങ് എസെൻഷ്യൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്ത് ചെയ്താലും അവിടെ റെലവെന്റ് ആയിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ. Being essential. So that is, I just wanted to touch upon that journey a little bit, and I'll take maybe another 3-4 minutes. Second, first and foremost, again on the industry readiness standpoint, fundamentals strong ആക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Don't think that everywhere AI is there, AI is going to. I belong to the AI engineering department. I'm telling you, സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉണ്ടെങ്കിൽ ഇനിയാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽസ്, നമ്മുടെ ഫണ്ടമെന്റൽസ് എല്ലാം നന്നായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇഫ് യു കം അക്രോസ് എ പ്രോബ്ലം വിച്ച് AI cannot solve, പെട്ടുപോയി. ഇഫ് യു ആർ നോട്ട് an SME, സോ നിങ്ങൾ പഠിച്ച ഡേറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ്, everything which you have learned in your curriculum is going to be handy now. Don't think that AI is going to spoon feed you. No. So one of the articles got published in Times of India the day before yesterday from my side, where I was explaining how in industry we are making use of AI. So our strong fundamentals is very important. Hands-on skills, industry really look at whether whatever you learn, did you apply? Other different forms like the hackathons, different programming events, projects ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമേൽ അതായിരിക്കും. It will speak louder than your mark sheets. When I interview, I hire, I will look at all these areas. എത്രമാത്രം വോളണ്ടിയറിംഗ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ട്, what is their awareness on AI and emerging technologies. AI is good also, right? So ഇനി AI എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ we will not be able to adapt. So that shows your adaptability, enthusiasm. ഏത് ഫീൽഡിലും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. Then collaboration and communication. Industry is not a solo game. എപ്പോഴും ആലോചിക്കുക, നമ്മുടെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഡസൻറ്റ് മാറ്റർ there much. It is a team game. അവിടെ പ്രഗത്ഭരാവുക ആ ടീം ഗെയിമിൽ. നമ്മുടെ ഒരുപാട് അക്കാഡമി അപ്ബ്രിങ്ങിങ്ങും നമ്മുടെ പേരൻസ് വളർത്തിയ അവർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻസ്റ്റിൽ ചെയ്ത കൾച്ചറും ഒക്കെ അപ്പോഴാണ് നമ്മളെ ഹെൽപ്ഫുൾ ആവുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രി റെഡിനെസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Third and the last thing which I wanted to tell you is on the life skills. I won't call it a soft skills. It is definitely life skills. Adaptability. ഞാൻ പറഞ്ഞതുപോലെ ഏത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ഒരു മനോഭാവം. ആൻഡ് ദ ഫസ്റ്റ് ജോബ്, നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ജോലിയും നിങ്ങളുടെ ഡ്രീം ജോബ് ആയിരിക്കണം എന്നില്ല, പക്ഷെ അത് നിങ്ങളെ ഹ്യൂമിലിറ്റി, റെസ്പെക്ട്, പേഷ്യൻസ്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങളെ കുറേ ഫണ്ടമെന്റൽസ് പഠിപ്പിക്കും. അപ്പം അതെല്ലാം വളരെ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി അതിനെ സമീപിച്ച് ഡൈവേഴ്സ് സ്കിൽസ്. ഇനീഷ്യൽ ഇയേഴ്സ് യു ഷുഡ് നോട്ട് സ്റ്റിക്ക് ഓൺ ടു വൺ ഏരിയ. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി വരുന്നോ അതെല്ലാം പിക്ക് ചെയ്യുക. That is what I did, and I can definitely vouch you that that is really going to help you with the journey. ഇപ്പം ഞാനൊരു ഡയറക്ടർ ലെവലിൽ I can take informed decisions because ideally ഒട്ടുമിക്ക എല്ലാ ജോബ് റോൾസും ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഡെവലപ്പർ, ആർക്കിടെക്ട്, ടെസ്റ്റ് എഞ്ചിനീയർ, ലെവൽ സപ്പോർട്ട് എഞ്ചിനീയർ, SRE. I didn't look at one thing better than the other one. Diverse roles ഹാൻഡിൽ ചെയ്ത് മാക്സിമം സ്കിൽ സെറ്റ്. നിങ്ങൾക്കൊരു ടൂൾ കിറ്റ് ഉണ്ടെങ്കിൽ ഓരോ കാര്യം അതിനകത്തോട്ട് ആഡ് ചെയ്യപ്പെടുന്ന ഓരോ ടൂൾസ് ആണ്. നാളെ നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാം. സോ യു ഡെഫിനറ്റ്ലി നീഡ് ടു ഹാവ് ദ അഡാപ്റ്റബിലിറ്റി തിങ്. പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് ജീവിതം ജീവിക്കാൻ മറന്നു പോകരുത്. റൈറ്റ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ മൊമെന്റും I am a person who live in the present. I really want to enjoy what I am doing in the present. I have lot of other things in my official role today. ഇവിടെ വന്ന് ഞാൻ ശരിക്കും എൻ്റെ മനസ്സിന് ഫുൾഫിൽമെന്റ് കിട്ടാനുള്ളതാണ്. The engagement with all of you gives me lot of അതെന്റെ ഗീവ് ബാക്ക് ആണ്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കുട്ടികളോട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും നമുക്ക് ഗീവ് ബാക്ക് ചെയ്യാൻ പറ്റുന്നത്, that is the best thing. That is what I believe. That's what after 18 years of my Bangalore life, when I came back to Kerala in last 3 years, maybe this is the 16th or 17th engineering college I am visiting, just to give you a little bit of this experience. If any one of you think that this is something which I can take, it is will be useful. That is like നമുക്ക് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. സോ with that, എന്താണ് പറയുന്നത്, സോ ഇൻ ദിസ് auspicious moment നിങ്ങളുടെ എല്ലാ ലൈഫിലെ, നിങ്ങളുടെ പേരൻസിൻ്റെ ലൈഫിലെ, റൈറ്റ്, സി പേരൻസിന് ഇതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നത്
എൻ്റെ പേര് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നപ്പം എൻ്റെ അച്ഛൻ ഈസ് ആക്ച്വലി 85. So he was looking at it and saying that, okay, my name, Madhavan Pillai. Okay, it is in the newspaper because of you, and his eyes were like filled with tears. For me, that is the moment of like a proud parent. അവരെ തുടർന്നും അത് കാണാനും ഉള്ള അവരുടെ ആ ഒരു ഇത് നമ്മൾ എന്നും അത് വിലമതിക്കണം. സാറ് പറഞ്ഞ സാർ എപ്പോഴും വീക്കിലി വന്ന് പേരൻസിനെയും നാട്ടുകാരെയൊക്കെ കാണുമ്പോൾ സോ നമ്മളെ റൂട്ട്സ് മറക്കാൻ പാടില്ല. റൂട്ട്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര വലിയ നിലയിലാണെങ്കിലും really going to help you. So congratulations and all the very best to each one of you. The world is waiting for your ideas, your vision, your leadership. So go get up, get there and do your best. Make all of us proud. Okay? Thank you very much. Thank you, ma'am, for your